ഞാനാണോടാലോ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി. ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ ആരാണ് ഹാക്ക് ചെയ്തത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ കൂട്ടിക്കെട്ടി കിടക്കുന്ന പർപ്പിൾ എന്ന് പറയുന്ന ഒരു തീ വേണമെന്ന് വെച്ച ചേച്ചി നമ്മളെ കൊണ്ട് അതും പറ്റും. അത് വേറെ കാര്യങ്ങൾ. പൂട്ടിക്കാൻ തീരുമാനിച്ചാൽ ഇറങ്ങി തിരിഞ്ഞാൽ പൂട്ടിക്കുക തന്നെ ചെയ്യും. ഇത് പൂട്ടിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടെ. പിന്നെ എന്തോ ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞേ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, രേണുസുതിയുടെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് അനുശ്രീ എന്ന് പറഞ്ഞ ഒരു നെയിമാണ് ഇപ്പൊ അവിടെ കാണിക്കുന്നത്. 0 ഫോളോവേഴ്സ്, 0 0 എല്ലാം 0 ആണ്. അപ്പം ഇത് ആരാണ് ചെയ്തത് എന്നാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് രേണുസുതി തന്നെ ചെയ്ത ഒരു ഗിമിക്ക് പരിപാടിയാണ് എന്നാണ്. സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണല്ലോ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒന്ന് മാറ്റി ഒന്ന് കൺവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു പരിപാടിയാണ്. എന്തോ ഊടായ്പ കേസ് പരിപാടിയാണ്. ഇങ്ങനൊരു പരാമർശം കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആസ് എ പ്രോഗ്രാമർ, ഞാനൊരു പ്രോഗ്രാമറാണ്, ഒരു BCA-കാരിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ പൂ പറിക്കുന്ന പോലെ പുഷ്പമായിട്ടുള്ള ഒരു സംഭവമല്ല. ആർക്കും അത്ര എളുപ്പമുള്ള സംഭവമല്ല. ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലാംഗ്വേജ് അറിയാം. C++, ജാവ, അതുപോലെയുള്ള കുറേയധികം ലാംഗ്വേജ് ഇതിന് അറിയണം. പിന്നെ അതുപോലെ തന്നെ ലൂപ്പുകൾ, ഫോർ ലൂപ്പ്, വൈൽ ഡു ലൂപ്പ്, അങ്ങനെ കുറേയധികം ലൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഫങ്ഷൻസ്, പല ഫങ്ഷൻസ് ഇതിനകത്ത് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം അടിച്ച് സെറ്റ് ചെയ്യണം. അതിനോട് ഉപരി തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇതൊക്കെ നേരത്തെ നമ്മൾ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പരീക്ഷിച്ച് അതിവിദഗ്ധമായിട്ട് നമ്മൾ ജയിച്ച വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ എനിക്ക് വളരെ പാടൊന്നുമില്ല. എന്നാൽ ഞാൻ എന്റെ സിൻസിയറായിട്ട് പറയട്ടെ, ഞാനല്ല ഈ സംഭവം ചെയ്തത്. ഞാൻ ഇത്തരം പരിപാടി അറിയാമെങ്കിലും ഈ പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് മെനക്കെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഹാക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഞാൻ ചെറുതായിട്ട് ഇതിൽ വഴി പറഞ്ഞു പോകുന്നുണ്ട്. സീരിയസ്ലി ഞാനല്ല ഇത് ചെയ്തത്. അപ്പൊ കുറച്ച് ആൾക്കാർ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാർവതി നിനക്ക് അറിവ് വല്യമുണ്ടോ? ഞാൻ പ്രോഗ്രാമറാണ്, ശരിയാണ്, പക്ഷെ ഞാനല്ല ചെയ്തത്. ഞാൻ ആ പരിപാടി ചെയ്യത്തില്ല. പിന്നെ ഇതിനോട് ശ്രീതു കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും ഇതിനകത്ത് രേണുസുതി അക്കൗണ്ട് സേഫ് ആണെന്ന് തന്നെ ഒരു മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഡാനിയും അതിലും ഇവന്മാരെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ രേണുസുതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് അടിച്ചു കളയും. അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഡാനി അക്കൗണ്ട് അടിച്ചു കളയണോ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾ പറ അക്കൗണ്ട് അടിച്ചു കളയണോ? അങ്ങനെ ഒരു ചോദ്യം ഡാനിയുടെ ചാനൽ വഴി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവന്മാരാണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ, അവന്മാരാണോ അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇങ്ങനെ പറയെങ്കിലും അങ്ങനെയൊന്നും കണ്ണിച്ചോരയില്ലാതെ പെരുമാറത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തൊക്കെയായാലും എന്റെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ഇതിനകത്ത് ഈ ലൂപ്പിനകത്ത് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ രേണുസുതിയുടെ ഈ ഒരു പ്രശ്നത്തെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീത്വം വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കണ്ടു നോക്കാം. ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തതിനെ പറ്റിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആരാണ് ഹാക്ക് ചെയ്തത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അത് റിയാക്ട് ചെയ്യാത്തതാണ്. അപ്പൊ ഗൈസ്, എന്താണേലും ശ്രീതു ആരാണ് ഇത് ഹാക്ക് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് അത്രയും ഒരു 10-12 ഒരു ക്യാരക്ടർ എങ്കിലും ഇട്ടിരിക്കുമല്ലോ ഈ രേണുവിന്റെ ഒക്കെ ഈ ഒരു അക്കൗണ്ടിന്. അതുമല്ല ഡബിൾ വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പം ഇതൊന്ന് ഹാക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം തലയുള്ളവന്റെ സെർവറിൽ നിന്നാണ് ഈ സംഭവം പോയേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അത്രയും തലയുള്ളവൻ ഇതാരാണ് ഹാക്ക് ചെയ്തതെന്ന് കണ്ടുപിടിച്ച നിങ്ങളുടെ തല ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കുന്നു. അവിടെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചോണം. കാരണം ഐൻസ്റ്റീനേക്കാളും പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മുടെ ശ്രീതുവിന്റെ തലച്ചോറിന്. ബാക്കി കേൾക്കാം. കാരണം എന്താണെന്ന് പറയട്ടെ, ഒരല്പമെങ്കിലും, അതായത് രേണുവിനെ വെച്ച് എന്തായാലും ഈ ടീം എന്തായാലും എന്റെ ഈ ഒരു വീഡിയോ കാണും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഒന്നുമില്ലെങ്കിലും കുറെ മാസം കൊണ്ട് രേണുവിന്റെ കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്ത് തിന്ന് ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ കുടുംബത്തിനായാലും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായാലും രേണു എന്നുള്ള കണ്ടന്റിന്റെ ക്യാഷ് ഇല്ലേ നിങ്ങൾ എടുക്കുന്നത്? എന്നിട്ട് ആ കുട്ടിയുടെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ ഹാക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടം. സീരിയസ്ലി ഞാൻ എന്ത് പറയണം? എനിക്ക് ഇവിടെ ഒരു ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമാണ് ശ്രീതുവിന് ആളെ അറിയത്തില്ല. ശ്രീതു ഇതുവരെ ആളെ കണ്ടുപിടിച്ചിട്ടില്ല. ചുമ്മാ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഏറ് കൊടുത്തിട്ട് അങ്ങ് പോവുക. ചുമ്മാ ഇരുന്ന് പറയാണ് എടോ, ഒരിക്കലും ഇത്രയും ഒരു അക്കൗണ്ട്, ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്തെങ്കിൽ ആ ആളെ ഒരിക്കലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല.
എന്തിനും സൈബർ സെല്ലിന് പോലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും തലച്ചോറുള്ളവനായിരിക്കും അത് ചെയ്തത്. കാര്യം സിമ്പിൾ ആയിരിക്കും. പിന്നെ കുറച്ച് ചിക്കിലി വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു നമ്മൾ ഉപയോഗിച്ച ഏത് പ്രോഗ്രാം ആണോ അത് കണ്ടെത്തി അതിന്റെ ലൂപ്പും കാര്യങ്ങളൊക്കെ കണ്ടെത്തി നല്ല തലച്ചോറുള്ളവന് നല്ല ഉപയോഗിച്ചിട്ട് വേണം ആ പ്രോഗ്രാം അടുത്ത് സെറ്റ് ചെയ്തിട്ട് റൺ ചെയ്യിപ്പിച്ചിട്ട് വേണം ഇത് എന്താണ് എടുക്കാൻ. നല്ല കാശുള്ള പരിപാടി. എടാ നമ്മളൊന്നും ചുമ്മാ പോയി പഠിച്ചൊന്നും അല്ല, തല ഉപയോഗിച്ച് തന്നെ ചെയ്ത് പഠിച്ചതാ. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ചക്കക്കുരു തന്ന ഉടനെ അത് ചെയ്ത് കൊടുക്കും? ഒരിക്കലും ഇല്ല. പിന്നെ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മളത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. നമ്മൾ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അത് ഗൈസ് നമ്മൾ നമ്മുടെ ക്യാരക്ടർ ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ആണെങ്കിൽ CVP ആണെങ്കിൽ നമ്മളിങ്ങനെ ഹാഷ് ഇൻക്ലൂഡ് ഇന്റ് 1 2 എന്നിട്ട് അത് അസ്യൂം ചെയ്ത് കൊടുക്കണം. അതിന്റെ ലൂപ്പുകൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ലൂപ്പ് കൊടുക്കേണ്ടി വരും. പിന്നെ അറകൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇന്റ് A = 1. കാരണം എന്താണ്, കമ്പ്യൂട്ടർ ആകെ പാടെ അറിയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0s 1s മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മൾ ഇത് ഓരോന്നും 1 by 1 ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ ലൂപ്പ് തിരിച്ച്, ഞാൻ പറഞ്ഞില്ല വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ഡു ലൂപ്പ്, അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് ടോക്കൺസ് യൂസ് ചെയ്യണം. ടോക്കൺസ് യൂസ് ചെയ്തിട്ട് C ടോക്കൺസ് കൊടുക്കണം. അത് എന്നിട്ട് അതിനെ കോൾ ചെയ്യണം. കോൾ ചെയ്തതിന് പിന്നെ റൺ ചെയ്യിപ്പിക്കണം. റൺ ചെയ്തിട്ട് എത്ര സ്ഥലത്ത് അത് കോൾ ചെയ്തിടത്ത് ഓപ്പൺ ചെയ്തെടുത്ത് പിന്നെ ക്ലോസ് ചെയ്യിക്കണം. ക്ലോസ് ചെയ്യുന്നിടത്ത് പിന്നെ അതിന്റെ സെന്ററിൽ കൊടുക്കണം. എന്റെ ഭയങ്കര ഒരു തല വേണം ആ പ്രോഗ്രാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ആക്കി എടുക്കണേ തന്നെ. നല്ലതെന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട പണിയൊന്നുമല്ല ഗൈസ്. അതുപോലെ തന്നെ ഒരു ഇതാണ്. നമുക്ക് ഹലോ എന്ന് തന്നെ ഈ ഒരു എന്താണ് സ്ക്രീനകത്ത് ഇങ്ങനെ എഴുതി വരണമെന്ന് വെച്ചു. സ്ക്രീനകത്ത് ഹലോ എന്ന് തന്നെ എഴുതിക്കണേ തന്നെ നല്ലൊരു നിസ്സാരം അത്ര ഒരു വേർഡ് എഴുതിക്കണേ തന്നെ നമുക്ക് നല്ലൊരു ഇതുണ്ട്. അതിന് തന്നെ നമ്മൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം. ഓരോ വേരിയബിൾസ് നമ്മൾ കമ്പ്യൂട്ടറിന് ഇങ്ങനെ അസ്യൂം ചെയ്ത് കൊടുക്കണം. for i = int എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അറേഞ്ച് നമുക്ക് ഹലോയ്ക്കോട്ട് എത്ര എന്താണ് ലെറ്റേഴ്സ് ഉണ്ടോ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം കമ്പ്യൂട്ടറിന് അതൊന്നും അറിയത്തില്ല. അത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ പ്രിന്റ് കൊടുത്ത് ഹലോയെ നമ്മൾ കോൾ ചെയ്തിട്ട് റൺ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേക്ക് അത് ഹലോ എന്ന് വരാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഓരോ ഫോൺ ഉണ്ടല്ലോ, ഈ ഫോണിനകത്ത് കാൽക്കുലേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതും അത്ര നിസ്സാരല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതൊന്ന് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക തന്നെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിലോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ വെച്ചോണ്ട് തന്നെയാണ് നമ്മൾ ഓരോരോ പാസ്വേഡ് നമ്മളിങ്ങനെ ഹാക്ക് ചെയ്ത് എടുത്ത് മാറ്റണം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. ഉറപ്പായിട്ടും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉള്ള അക്കൗണ്ടാണ്. പിന്നെ എന്താണ്, ചിലപ്പം അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് രേണുവിന്റെ അക്കൗണ്ടിലോട്ട് നോർമൽ ആയി ഇമെയിലോട്ട് ഇത് പോകും. ഇമെയിൽ ഹാക്ക് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഒരു OTP വരുവാണെങ്കിൽ അത് നമുക്ക് ഹാക്ക് ചെയ്തെടുക്കണം. എത്ര സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും? ഒരുപാട് സ്റ്റെപ്പ് ചെയ്തിട്ട് മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നെ നമുക്ക് 1-2 ലാംഗ്വേജ് ഒന്നും അല്ല ഇതിനകത്ത് യൂസ് ചെയ്യണ്ടേ. C യൂസ് ചെയ്യണം. എന്താണ് CPP, സിയും CPP ഒക്കെ ആണെങ്കിൽ വീക്ക് ലാംഗ്വേജുകളാണ്. അതുപോലെ ജാവ പോലെയുള്ള ഇത് വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യിക്കാൻ. ജാവ മാത്രമല്ല, അതുപോലെ തന്നെ വേണ്ട, ഞാൻ അധികം പറഞ്ഞു തരുന്നില്ല, വേണ്ട. അപ്പം പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമില്ല, പണി അറിയാവുന്നവനെ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പിന്നെ കുറച്ച് നല്ല ഇത് രേണു അല്ല ഇതിന്റെ ഉത്തരവാദി എങ്കിൽ ഇതിന് നല്ല ചിക്കിലി എറിഞ്ഞിട്ട്, സാധാരണ ആൾക്കാർ ഇത് ചെയ്തു തരത്തില്ല, ചിക്കിലി എറിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് അക്കൗണ്ട് റിട്ടേൺ ചെയ്തെടുക്കാൻ. അതുപോലെ പ്രോഗ്രാം അറിയാവുന്ന ഒരാളെ കൊണ്ട്, പ്രോഗ്രാം അറിയാവുന്ന ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആളില്ലെങ്കിൽ യൂട്യൂബേഴ്സിൽ എന്തിൻ്റെക്കാടാണ് അത്രയും തന്നെ പൈസ മുടക്കിയിട്ട് ഇവിടെ ഒരു അക്കൗണ്ട് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് ഇവള് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും ചെയ്ത വ്യക്തി എന്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, പേര് തന്ന് ആരും ഹൈപ്പ് തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പേര് പറയാത്തത്. പിന്നെ നിങ്ങൾ എന്തായാലും ടീമായിട്ട് നിന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്തായാലും ഈ ഒരു കറക്റ്റ് ഏത് അക്കൗണ്ട്, രേണുസുധിയുടെ അക്കൗണ്ട് പോയെന്ന് അതിന് പകരം ഇന്നൊരു അക്കൗണ്ട് എന്താണ് അനുശ്രീ എന്താണ് ഒരു പേര്, ആ ഒരു അക്കൗണ്ട് ആണ് ഇപ്പൊ നിലവിലുള്ളത് എന്നുള്ള. നിങ്ങൾ പേര് കൊടുക്കണ്ട. രേണുവിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ അത്രയും മിടുക്കരായിട്ട് ഒരു പ്രോഗ്രാമർ ഉണ്ടെങ്കിൽ അയാൾക്ക് പണി അല്ലാണ്ട് കിട്ടും. എന്താ വെച്ചാൽ എന്താണ് പോലീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ ഒരു ഹാക്കർമാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ശ്രീതു എന്നാണ് കടന്ന് ഉരുളുവാണ്. കാരണം ശ്രീതുവിനും അറിയത്തില്ല ഇത് ആരാണ് ഹാക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ രേണുസുധിക്ക് അറിയാം ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഒന്നുമില്ല. ചിലപ്പം ഒരു പക്ഷേ ഈ പേജ് എന്താണ് വിറ്റതായിരിക്കാം, മറിച്ച് വിറ്റതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഇതുപോലെ ഇതിനോടൊക്കെ ആരാടെ ഇത്ര ഇതായിട്ടിരിക്കുന്ന ഹാക്ക് ചെയ്യാൻ വേണ്ടി? ഹാക്ക് ചെയ്ത് പഠിച്ചവരാണോ? എന്നാൽ ഭയങ്കര റിസ്ക്കിയാണ് ഇതൊക്കെ. പിന്നെ ഈ ചാനൽ അടുപ്പിച്ച് കളയാന്ന് പറഞ്ഞ പരിപാടി, അത് നമുക്കും അറിയാവുന്ന പരിപാടിയാണ്, ചാനൽ അടുപ്പിച്ച് കളയാന്നുള്ളത്. അപ്പൊ ശ്രീതുവിന്റെ പോട്ടെ, ഈ എന്താണ് രേണുസുധിയുടെ ഒക്കെ എന്താണ്
ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം അടിച്ചു കളയാനൊന്നും എനിക്കധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സംഭവം അസ്യൂം ചെയ്തിട്ട് അത് ഇത് ചെയ്ത് കറക്റ്റ് കാര്യങ്ങൾ അടിച്ച് വെച്ച് കാര്യങ്ങൾ ചെല്ലേണ്ടിടത്ത് ചെല്ലുന്ന രീതിക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു പോകും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ അത്ര ഞഞ്ഞ കുഞ്ഞ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കത്തൊന്നുമില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞ കേട്ടോ, അല്ല ഞാൻ വലിയ പൊങ്ങിയായിട്ട് അങ്ങനെ പറഞ്ഞല്ല, സീരിയസ്ലി ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലാബില് ഞങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് എന്താണ് ലാപ്ടോപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്രയും പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെ ഇതടിച്ചു കയറുവാണ്. ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ചെയ്തു. അങ്ങ് ഹാക്കും പരിപാടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് റൺ ചെയ്യിപ്പിക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ റൺ ചെയ്യിപ്പിച്ചു. എന്താണേലും ആ ഒരു ലാബിലെ ഒരു 150 സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം മൊത്തം ഒന്നിച്ച് ഷട്ട് ഡൗൺ ആയി പോയ ഒരു ചരിത്രമുണ്ട്. പിന്നെ അത് ഇതൊക്കെ ആക്കി അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ, എനിക്ക് ഹാക്കിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു, ഇതിനെ കുറിച്ച് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടം വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകിന് പോകുമല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കുരുത്തക്കേടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആപ്ലിക്കേഷനും ഉണ്ടാക്കാൻ അറിയാം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഞാൻ റിപ്പീറ്റ്ലി പറയുന്നു, നമ്മളല്ല. ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതായത് രേണുസുധിയുടെ ഈ ഒരു പേജ് അടിച്ചു കളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പോസ്റ്റ്, ഈ ഒരു പോസ്റ്റാണ് എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്നും റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മഞ്ജു ആന്റണിയുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പോസ്റ്റ് കാണാനായിട്ട് ഇടയിൽ തീർന്നു. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. കാരണം ബാക്കിയുള്ള എല്ലാവരും ഈ സെയിം പോസ്റ്റ് ക്രോപ്പ് ചെയ്ത് ആ ഒരു ഫേസ്ബുക്ക് പേജ് മാത്രം വച്ചപ്പോൾ മഞ്ജു ആന്റണി മാത്രം അത് വെച്ചത് ആ ഒരു മൊബൈലിൽ നിന്നും എടുത്ത സ്ക്രീൻഷോട്ട്, ഏത് ഫോണിലാണ് ഇത് ചെയ്തത് ആ ഒരു ഫോൺ. അപ്പൊ ഇവള് ഇതിനകത്ത് ശ്രീത്തു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുശ്രീ പി എന്ന് പറഞ്ഞ ഒരു ഇതില് ഈ ഹാക്ക് ചെയ്യപ്പെട്ടു, രേണുസുധിയുടെ വീഡിയോ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ കുറെ അധികം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഭാഗമാണ് ക്രോപ്പ് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ മഞ്ജു ആന്റണിയുടെ ഇതിനകത്ത് ക്രോപ്പ് ചെയ്തില്ല. ആരാണ്ടോ ഇതെന്താണ് ഹാക്ക് ചെയ്തവരാരാണ്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുത്തതാണ്. അപ്പം ആ ഹാക്ക് ചെയ്തവരെ ഉറപ്പായിട്ടും മഞ്ജു ആന്റണിക്ക് അറിയാമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇവിടെ ഹാക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ്, അതൊരു അപകടം പിടിച്ചൊരു മേഖലയാണ്. നമ്മൾക്ക് കുറ്റകരമാണ്. അങ്ങനെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പാടില്ല. അത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഞാനാണ് ഇത് ഹാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഹാക്ക് ചെയ്തവരാരും ചെന്ന് പറഞ്ഞു നടക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ IT ആക്ട് പ്രകാരം അത് കുറ്റകരമാണ്. കാരണം അത് വേറൊരു പേഴ്സൺ, അപ്പൊ രേണുസുധിയെ പോലെയുള്ള ആൾക്കാരുടെ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ഒരാളൊന്നും അങ്ങനെ ആരും പറഞ്ഞു നടക്കത്തില്ല. അങ്ങനെ ഒരു ക്ലൂവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കില്ല. പിന്നെ ഈ ഒരു സംഭവം ഇത് AI ജനറേറ്റർ ആയിട്ടുള്ള ഒരു ഒരു പിക്ചറാണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കാണേലും ഒരു ഫോട്ടോഷോപ്പ് അറിയാവുന്നവർ ആർക്കാണേലും ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അറിയാവുന്നവർക്ക് അറിയാതെടാ. അതപ്പം അത് ഹാക്ക് ചെയ്യുന്നവർ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കുറെ അധികം സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എന്താണ്, ഒന്നും രണ്ടും ഇതല്ല. നമ്മൾ കുറെ അധികം പ്രോഗ്രാം സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അല്ലാതെ ഒരു കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം അടിച്ച് റൺ ചെയ്യിപ്പിച്ചാൽ അത് ഹാക്ക് ആകത്തുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പം ചുമ്മാ ഇരുന്ന് മണ്ടത്തരം പറയാതിരിക്കുക. പിന്നെ ഉള്ളത് ഡാനിയും അതുല്യം അവന്മാരെയാണ് രേണുസുധി ഒന്ന് വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നീ സംസാരിക്കുന്ന നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യം ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ, അപ്പൊ ഇങ്ങനെ ഒരു പ്രൊവോക്ക് അതാണ് രേണുസുധി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അതിന്റെ മറുപടിയായിട്ട് അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ മറുപടി, ഞാനായിട്ട് അത് ചെയ്യത്തില്ല. ഞാനായിട്ട് അത് ചെയ്യത്തില്ല. ഇത് സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ഈ അക്കൗണ്ട് അടിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാനിയുടെ ഞാൻ അന്ന് വീഡിയോ കണ്ട സമയത്ത് ഡാനി പറഞ്ഞിരുന്നത്, നിങ്ങൾ പറ ഗൈസ്, ഇവിടെ ചാനൽ തൂക്കണോ വേണ്ടയോ, നിങ്ങൾ എന്താണ് പറഞ്ഞത് അതുപോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സീരിയസ്ലി എനിക്ക് പറയാനുള്ളത്, ഇവന്മാരായിരിക്കത്തില്ല, പിന്നെ നമുക്കറിയത്തില്ല കേട്ടോ, ഇവന്മാരായിരിക്കത്തില്ല ഇങ്ങനത്തെ പരിപാടി ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ രേണുസുധി കേസ് കൊടുക്കട്ടെ, ഇങ്ങനെ ഒരു ഇത് പോയിട്ടുണ്ടെങ്കിൽ സൈബറിൽ കേസ് കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ അത് പോട്ടെ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇത് രേണുസുധി തന്നെ കാണിച്ച ഒരു പരിപാടിയാണ്. കാരണം ഇപ്പൊ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് വേറൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും പരിപാടിയാണോ, അല്ലെങ്കിൽ ഇനി വേറെ ആർക്കെങ്കിലും ഈ ചാനൽ വലിയ ഈ ഒരു പേജ് വലിയ മറിച്ച് കൊടുത്തതാണ്, വിറ്റത്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു, അത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. പിന്നെ ഹാക്ക് ചെയ്തവരായും ഞാനാണ് ഹാക്ക് ചെയ്തതെന്ന് പറഞ്ഞ് നടക്കത്തില്ല. അത് അത്രയും കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, ശ്രീധുവിനും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ശ്രീധു ചുമ്മാ ഈ പൊട്ടത്തരമൊക്കെ ഇനി വിളിച്ച് പറയാതിരിക്കുക. അപ്പം എന്തൊക്കെയായാലും രേണുസുധിയോട് തന്നെ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക, ഇതെന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.